ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില എലമെൻസുകൾ, ചില ഘടകങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ വെക്കണം. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല കേട്ടോ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് തരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതെന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ പ്രീമിയം, ഡിബഞ്ചർ ഓർ അതർ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ വർദ്ധിക്കുകയാണെങ്കിൽ, ഷെയർ ക്യാപിറ്റൽ വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, അങ്ങനെ 2 എമൗണ്ടോളം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ പിന്നെ ഷെയർ ക്യാപിറ്റലോ പ്രീമിയമോ ഷെയർ പ്രീമിയമോ അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോണുകളുടെ എമൗണ്ട് വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്താണെന്നാണ്, അത് സോഴ്സസ് ഓഫ് ഫണ്ട്, അതായത് അത് ഫർദറായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസ് നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സോഴ്സസ് സൈഡിൽ, അതായത് ഏത് സൈഡാണ്, ഇടത് സൈഡിൽ നിങ്ങളത് എഴുതും വേണം. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കൂ, ഡിക്രീസ് ആണ് വരുന്നതെങ്കിൽ, ഡിക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ലോങ് ടേം ഓർ മീഡിയം ടേം ലോണിൽ കുറവാണ് വരുന്നതെങ്കിൽ, 2 വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷത്തേക്കാൾ കുറവാണ് രണ്ടാമത്തെ വർഷം വരുന്നതെങ്കിൽ അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നുള്ള സൈഡിൽ അല്ലെങ്കിൽ വലത് സൈഡിൽ നിങ്ങളത് കാണിക്കും വേണം. ഓക്കെ, അപ്പോൾ എമൗണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ അതെല്ലാം കൊടുത്ത് തീർത്തു എന്നാണ്. ഓക്കെ, അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്ത് തീർത്തിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട് സ്ഥാപനത്തിൻ്റെ പുറത്തേക്കാണ് ഒഴുകുക. ഓക്കെ, അപ്പോൾ നമ്മളത് ആപ്ലിക്കേഷനിൽ എഴുതുക. അടുത്തത്, ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പ്രീമിയം. ഇനി ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ, എന്താണ് പ്രീമിയത്തിൽ റെഡീം ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് നമ്മളത് എന്ത് ചെയ്തു, അവർക്ക് തിരിച്ചു കൊടുത്തു. ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ. പ്രീമിയത്തിൽ അത് റെഡീം, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കമ്പനികൾ പ്രീമിയത്തിൽ റെഡീം ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് ആ പ്രീമിയം എമൗണ്ട് എത്രയാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ട് നമ്മളതിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോട് തിരിച്ച് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മളത് എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് നമ്മളത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ആ പ്രീമിയം എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. മാത്രമല്ല നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് അത് കാണിക്കുകയും ചെയ്യണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നമ്മളത് കാണിക്കുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പ്രീമിയം കൊടുക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കുറയും. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. പിന്നെ ആ പ്രീമിയം എമൗണ്ട് പുറത്തേക്ക് പോയില്ലേ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലെത്തി. അപ്പോൾ അത് അപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ക്വസ്റ്റ്യൻ ആസ് അതർ ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്കത് ക്വസ്റ്റ്യനിൽ തരിക. മനസ്സിലാവുന്നു? അല്ലാതെ ബാലൻസ് ഷീറ്റിൽ തരില്ല. അത് നിങ്ങൾക്ക് എവിടെ തരിക, അതർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഉണ്ടായിരിക്കും, അതിലാണ് നിങ്ങൾക്കത് തരിക. മനസ്സിലായോ? ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എലമെൻ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ്, ഡിക്രീസ് ഇൻ ഇൻടാഞ്ചിബിൾ ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്. അതേതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റുകൾ ഏതൊക്കെയാണ്? ഗുഡ് വില്ല്, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്. ഏതാണ്? പ്രിലിമിനറി എക്സ്പെൻസസ് പോലുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റുകൾ സാങ്കല്പിക ആസ്തികളാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിലയിൽ കുറവാണ് വരുന്നതെങ്കിൽ, ഗുഡ് വില്ല് കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് ആ തുക നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങളത് എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ ആ തുക കാണിക്കണം. ഓക്കെ, ഇനി ഇൻക്രീസ് ഇൻ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ, ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട്, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നിങ്ങളത് കാണിക്കണം. ഓക്കെ,
അതെന്താണ് ഒരു പിന്നിലുള്ളൊരു അസംഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് വിൽ നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ളൊരു അസംഷനാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഫണ്ട് പുറത്തേക്ക് പോവുകയല്ലേ ചെയ്യുക. അതുകൊണ്ടാണ് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യുമ്പോൾ അത് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് വേറെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ എമൗണ്ട് ഡിഫറൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, ഇതിനകത്തൊക്കെ സോഴ്സസ് ഓഫ് ഫണ്ടാണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നോക്കൂ, എന്താണ് ഡിക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്. ഇനി ഫിക്സഡ് അസറ്റിൽ ഡിക്രീസ് വരികയാണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോബ്ലമൊക്കെ. ഇത് ജസ്റ്റ് ഫിക്സഡ് അസറ്റിൽ വെറുതെ ഡിക്രീസ് ചെയ്തിട്ട് മാത്രം ബാലൻസ് ഷീറ്റിൽ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ട്രീറ്റഡ് ആസ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഓർ സെയിൽ. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വാല്യൂ കുറഞ്ഞത് ഡിപ്രീസിയേഷൻ മൂലമാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം, അതല്ലെങ്കിൽ സെയിൽ മൂലമാണ് എന്ന രീതിയിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി സാധാരണയായിട്ട് എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞ് പ്രത്യേകിച്ച് മറ്റൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രീസിയേഷനായിട്ട് എടുക്കാം. കാരണം അസറ്റിൻ്റെ വാല്യൂവിൽ എപ്പോഴും ഡിപ്രീസിയേഷൻ വരും. ഓക്കെ, അപ്പോൾ ജനറലി ട്രീറ്റഡ് ആസ് ഡിപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നിങ്ങളത് കാണിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സെയിലായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞത് നിങ്ങൾ സെയിലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളതെന്താ ചെയ്യേണ്ടത്, ഷോ ഇൻ സോഴ്സസ് ഓഫ് ഫണ്ട്. അത് ഫണ്ടിൻ്റെ സോഴ്സസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ഥാപനത്തിലേക്ക് എന്ത് വരും, പൈസ വരും അല്ലേ, അപ്പോൾ ക്യാഷ് വരും. അപ്പോൾ നിങ്ങളതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യണം, സോഴ്സസ് ഓഫ് ഫണ്ടായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളത് എഴുതണം. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഫിക്സഡ് അസറ്റിൻ്റെ പിന്നെ ഡിക്രീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ട്രീറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അക്കൗണ്ട് വരച്ചിട്ട്, നമ്മൾ പറഞ്ഞില്ലേ ഹിഡൻ ഇൻഫർമേഷൻ കണ്ടെത്താനുള്ള അക്കൗണ്ട് വരച്ച് നിങ്ങളത് ചെയ്യണം. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്. ഇനി ഫിക്സഡ് അസറ്റിൽ ഇൻക്രീസിങ് ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ വേറെ ഡിപ്രീസിയേഷൻ്റെ ഒരു ഓപ്ഷനൊന്നും വരുന്നില്ല. എന്താണ്, അസറ്റിൻ്റെ വില കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, ട്രീറ്റഡ് ആസ് പർച്ചേസസ് ആയിട്ട് നിങ്ങളതിനെ ട്രീറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക കേട്ടോ. എന്താണ്, ട്രീറ്റഡ് ആസ് പർച്ചേസസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതെവിടെയാണ് എഴുതേണ്ടത്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിൽ നിങ്ങളത് കാണിക്കുക. ഓക്കെ, ഇനി ഈ ഒരു കേസിലും നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളതിൻ്റെ അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ എമൗണ്ട് എൻ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം ഒരു 20,000 രൂപയുടെ വ്യത്യാസം ഉള്ളൂ എന്ന് വിചാരിക്കാം. 20,000 രൂപ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്നുള്ളത് ഒരു അസംഷന് നമ്മൾ എത്താൻ പാടില്ല. കാരണം ഒരു 5,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരികയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അതർ ഇൻഫർമേഷനിൽ തരികയാണെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾ കുറയ്ക്കണം. ഓപ്പണിംഗ് ബാലൻസ്, ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് എന്ത് ചെയ്യണം, അപ്പോൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ 20,000 വ്യത്യാസമല്ല വരിക, അപ്പോൾ 25,000 പർച്ചേസ് ചെയ്തു എന്നുള്ളൊരു അസംഷൻ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടിയൊക്കെ കൂടുതലായിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി ഇൻ്ററിൻ ഡിവിഡൻറ്റ്, പെയ്ഡ് ഇൻ്ററിൻ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരികയാണ്. അത് സാധാരണ ഇൻ്ററിൻ ഡിവിഡൻറ്റ് തരുന്നത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരിക, അല്ലെങ്കിൽ അതർ ഇൻഫർമേഷനിലാണ് തരിക. ഓക്കെ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യണം, ആ എമൗണ്ട് എത്ര വെച്ചാൽ അത് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റിനെ കുറച്ചുള്ള റേറ്റ് ആവുമല്ലോ അത്, അപ്പോൾ നിങ്ങളത് ആഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ദെൻ നമ്മുടെ ഏതിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിലും കാണിക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ക്വസ്റ്റ്യൻ ആസ് അതർ ഇൻഫർമേഷനിലാണ് നിങ്ങൾക്ക് തരിക. അടുത്തത് ഇൻക്രീസ് ഇൻ ജനറൽ റിസർവ്. ഇനി ജനറൽ റിസർവിൽ ഇൻക്രീസിങ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും പ്രോഫിറ്റ് നിന്നും മാറ്റി നിർത്തിയതാണല്ലേ അത്. ജനറൽ റിസർവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടാവും, ആ പ്രോഫിറ്റിൽ നിന്ന് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് കുറയും. അപ്പോൾ നിങ്ങൾ ആ കുറഞ്ഞ പ്രോഫിറ്റ് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കുക. ഓക്കെ, അടുത്തത് സംടൈംസ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഡ്രോയിങ്സ്, കറണ്ട് പ്രോഫിറ്റ് ഓർ ഡ്രോയിങ്സ് ഈസ് നോട്ട് മെൻഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് കറണ്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് നിങ്ങൾക്ക് തരില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പം നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലും
അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്നും ഡ്രോയിങ്സ് കുറച്ചതാണ് അതിൻ്റെ ക്ലോസിങ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അല്ലേ, ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥാപകൻ കൊണ്ടുവന്നുള്ള ക്യാപിറ്റലാണ്. അതിനോട് കൂടിയിട്ട് ആ വർഷം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് എന്നിട്ട് നമ്മൾ എന്ത് കുറയ്ക്കും? ഡ്രോയിങ്സ് കുറയ്ക്കും. അതാണ് ക്ലോസിങ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേ വരിക. ദെൻ നമുക്കപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഈ ക്ലോസിങ് ക്യാപിറ്റലും ഡ്രോയിങ്സും ആഡ് ചെയ്യുക. മൈനസുള്ള ഡ്രോയിങ്സ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ഡ്രോയിങ്സ് ആവും. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതല്ല ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ക്ലോസിംഗ് ക്യാപിറ്റൽ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡ്രോയിങ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നെറ്റ് പ്രോഫിറ്റും ഡ്രോയിങ്സും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് വേണം നിങ്ങൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ എല്ലാ പ്രൊസീജിയറുകളും എന്ന് വെച്ചാൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, അപ്പോൾ ഇത് തയ്യാറാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അടിസ്ഥാനമായിട്ട് ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതിന് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ.